ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. വിഷുവൊക്കെ അല്ലേ, ആദ്യത്തെ വിഷു ആയതുകൊണ്ട് അവിടെ ആഘോഷിക്കാമെന്ന് വെച്ച് പോവാണ്. ചെറുതായിട്ട് ട്രെയിൻ പോയോ എന്നൊരു സംശയമുണ്ട്. ട്രെയിനിൽ പോയി ഗൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സംഭവമൊന്നുമില്ല. നമ്മുടെ വേർ ഈസ് മൈ ട്രെയിൻ അതല്ല, ശരിക്കും കൺഫേം ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിൻ്റെ അകത്താണ് ഞാൻ ഈ ട്രെയിനിൻ്റെ റണ്ണിങ് സ്റ്റാറ്റസ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, എന്തോ ബ്ലോക്കായി സൈറ്റ്. അത് കാരണം എനിക്ക് പണി കിട്ടിയതാണ്. ഇപ്പം ഞാൻ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് അടുത്ത ഇനി ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്താണ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കസിൻ്റെ കല്യാണമാണ്, അവരുടെ ഹൽദിയാണ് 13th. അപ്പം ഈവനിങ്ങേ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം എനിക്ക് അതിനും പോകണം. എനിക്ക് അതിന് പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് എന്തായാലും എത്തൂല. അപ്പോൾ അവിടെ വിഷു ആയിട്ട് ഒരുക്കമൊക്കെ വേണ്ടേ. അപ്പം രണ്ടും ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ എറണാകുളത്ത് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ദൈവം എന്നെ ചതിച്ചു. ഇനി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പോട്ടെ എന്നായിരിക്കും. രാവിലെ എന്നെ ഒരു ട്രിപ്പ് കൊണ്ടാക്കാൻ വന്നത് അയ്യപ്പനാണ്. അവനാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വന്നത്. പിന്നെ അവന് തിരക്കാണ്ട് പോയി. പിന്നെ ഞാൻ രണ്ടാമത് മാമീനെ വിളിച്ച് വരുത്തി അടുത്ത ട്രെയിനിൽ പോകാൻ വേണ്ടി. അങ്ങനെ മാമിയാണ് എന്നെ സ്റ്റേഷനിലാക്കിയത്. അപ്പം ഞാനിത് 1 മണിക്കാണ്, എനിക്ക് 1:08 ട്രെയിൻ. പക്ഷേ ഞാനൊരു 12:10 തന്നെ ഞാൻ ഇറങ്ങി. അത്രയും നേരം പോയി വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് പോകാമെന്ന് വിചാരിച്ചു. കരിയിലെത്തുമ്പോൾ കുറച്ച് ലേറ്റും ആവും. ഈ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരുട്ടി കഴിഞ്ഞാൽ പോകാനും കുറച്ച് പാടാണ്. അത് കാരണം ഞാൻ രണ്ടും കൽപ്പിച്ച് പോയി. ഇതാ ട്രെയിൻ ഇപ്പം തന്നെ എത്തും. എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അകത്ത് കയറി. ജനറലിലാണ് ആദ്യം കയറിയ. സീറ്റ് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ AC കൺവേർട്ട് ചെയ്തു. അപ്പോൾ AC ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം ദാഹിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ക്ഷീണിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 6:30 അമ്മ തന്നു വിട്ട ഫുഡ് കഴിച്ചിട്ട് കൂടിയില്ല. അതാണ് ഈ കവറിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് വേണം എനിക്കത് കഴിക്കാൻ. എനിക്ക് വയ്യ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി ഇരിക്കുവാണ്. ഞാൻ എത്തിയപ്പോൾ അമ്മയൊക്കെ ഭയങ്കര സർപ്രൈസായി. അമ്മയും വൈഷ്ണവിയും അച്ഛനും ഒക്കെ സർപ്രൈസായി. പിന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം അതേ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വിഷ്ണുവിൻ്റെ കസിനെ വിളിച്ചിട്ടുണ്ട്, ജിത്തു. അവനാണ് ഞങ്ങളെ കാറിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച കാര്യം. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ യൂബർ വിളിച്ച് നമ്മൾ ഒരു വഴിയാവും. അത് കാരണം ഞങ്ങൾ അവനെ വിളിച്ച് ഞങ്ങൾ കാറെടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ റെഡിയായി നിൽപ്പുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ കണിക്കൊന്ന വാങ്ങിക്കാൻ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യം. കണിക്കൊന്ന കിട്ടിയിട്ടില്ല. അപ്പോൾ രാവിലെ തന്നെ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കണിക്കൊന്ന വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു റോഡ് സൈഡിൽ, സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിരുന്നു കേട്ടോ. അവിടെ ഒരു ആൾ 100 രൂപയ്ക്ക് വെച്ചിട്ട് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ, ഒരു കമ്പും ബാക്കി എല്ലാം ഇലയായിരുന്നു. ഭയങ്കര നഷ്ടമായിരുന്നത്. അത് ഞങ്ങൾ കാറിൽ വെച്ച് ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആവാറായപ്പോൾ ഏകദേശം അതിൻ്റെ പണി കഴിഞ്ഞു. വാടി കുഴഞ്ഞൊരു പരുവായി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കും കുറച്ചൊരു ക്ലീനപ്പും ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം കല്യാണമല്ലേ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പർച്ചേസിങ് ആണ്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഫേഷ്യലും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചേച്ചിയമ്മയുടെ വീട്ടിൽ പോയി, വിഷ്ണുവിൻ്റെ. അപ്പോൾ അവരുടെ അടുത്ത് ബൈ ബൈക്ക് പറഞ്ഞിട്ട് ഇനി ബാക്കി കടകളിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴേ ഞങ്ങൾ ചക്ക കണ്ടിട്ട് കുറച്ച് ചക്കയും പുറത്തിച്ചക്ക, അതായത് പൈനാപ്പിളും വാങ്ങിക്കാമെന്ന് വിചാരിച്ചൊരു കടയിൽ പോയി. അവിടെ നിന്ന് ഞങ്ങളൊരു കുഞ്ഞി ചക്കയും കുഞ്ഞി പുറത്തിച്ചക്കയൊക്കെ മേടിച്ചു. എന്നിട്ട് കണിവെള്ളരി, ഇതൊക്കെയല്ലേ മസ്റ്റായിട്ടുള്ള സംഭവം, ഇതെല്ലാം നമ്മൾ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂട് കാരണം ഞങ്ങൾ അടുത്തുള്ളൊരു ബേക്കറി കയറിയിട്ട് ഷാർജയും ഷേക്കും ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി നമുക്ക് അടുത്ത എങ്ങോട്ടാ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൃഷ്ണന് ചാർത്താൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ വാങ്ങണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയപ്പോൾ അവിടെ വീണ്ടും ഒരാൾ കണിക്കൊന്നയും വെച്ചിട്ട് നിൽക്കുന്നത്. അത് നിറച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ 50 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ അവരുടെ നിന്ന് വാങ്ങി കേട്ടോ. ഭയങ്കര നിറഞ്ഞ മനസ്സോടെയാണ് ആൾ നമുക്ക് തന്നത്. കാരണം നമ്മൾ വാങ്ങിയത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ റോഡ് സൈഡിൽ ഫുള്ള് കുറേ പൂക്കൾ കാര്യങ്ങൾ. ഇത് എനിക്ക് തോന്നുന്നു പാലാരിവട്ടമാണെന്ന് തോന്നുന്നു, ക്ലിയറായിട്ട് എനിക്കറിയില്ല. അവിടെയൊക്കെ നിറച്ച് വെച്ചിട്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കൃഷ്ണന് വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് കുന്നിക്കുരുവും പിന്നെ വീശറി പോലത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ കടയിൽ കയറി വാങ്ങി. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതേ കണ്ടോ, ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. ഇനി നമ്മളിതാ വീട്ടിലോട്ട് പോകാൻ പോവാണ്. മയിൽപ്പീലൊക്കെ മേടിച്ചു കേട്ടോ. ഇപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. നല്ല ലേറ്റായി. ഇനി പോയി ഒന്ന് കിടന്നാൽ മതി.
സോ നമ്മളിപ്പം പടക്കം വെക്കാൻ പോവാണ്. പൂത്തിരിയും കമ്പിത്തിരിയും തറച്ചക്രവും എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിഷുവിന് ഇങ്ങനെ പടക്കമൊക്കെ വയ്ക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, നോക്കിയിട്ട് വരാം. അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പടക്കം പൊട്ടിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വിഷുവിന് ഇതേപോലെ പടക്കമൊക്കെ വെക്കുന്നത്. സോ നമ്മൾ കുറേ നേരത്തേക്ക് പിന്നെ അതായത് ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വിഷുവിൻ്റെ അന്ന് പൊട്ടിക്കുന്നതാണ് ഗൈസ്. രണ്ട് വടി എനിക്ക് കമ്പിത്തിരി കൈ പിടിക്കാൻ പേടിയാ. സോ ഇവിടെ തകൃതിയായിട്ട് പടക്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പോയിട്ട് വേണം ബാക്കി കണിയെല്ലാം ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.